കെമിസ്ട്രിയില് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ഒരു അധ്യായമുണ്ട്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാ പരീക്ഷയും 10ാം ക്ലാസ് ലെവലില് എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാതക നിയമങ്ങൾ എന്ന് പറയുന്നത്. അറിയില്ല ഒന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ. വാതക നിയമങ്ങൾ. ഞാൻ തരുന്ന നോട്ടിലില്ല ഇന്ന്, കാരണം ഞാനിന്ന് യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിന്നപ്പോ ഓർത്താ ചോദിക്കല്ലോ, അപ്പൊ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമല്ലോ. 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തീർക്കാം. വാതക നിയമങ്ങൾ എന്നാണ്. ഒന്ന് നോട്ടിലേക്ക് എഴുതിയെടുത്തോളൂ. വാതക നിയമങ്ങൾ. വാതകങ്ങളുമായി ബന്ധപ്പെട്ട, വാതകം നമുക്കറിയാലോ, ദ്രവ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും അവിടെ കല്ലെടുത്തു വെക്കണ്ട. നമ്മൾ ഒരു പദാർത്ഥം എടുത്താൽ, ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്നൊക്കെ പറയും. നമ്മൾ ഓരോ ഇപ്പൊ പേന എടുക്കുന്നുണ്ടല്ലേ, ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കും. ഓരോ സാധനത്തെ നമ്മൾ വിളിക്കുന്ന കോമൺ ആയിട്ടുള്ള പേരാണ്, പൊതുവുള്ള പേരാണ്. ആ ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട 3 അവസ്ഥകളാണ്. ഒന്ന്, ഇതൊരു ഖരവസ്തുവാണ്. എന്താണുള്ളത്? കട്ടിയുള്ള, നമുക്ക് എന്താണ് ചെയ്യുന്നത്, കൃത്യരൂപമുള്ള ഒന്നാണ് ഖരവസ്തു എന്ന് പറയും. ചിലത് എന്താണ് ചെയ്യുന്നത്, ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും? ദ്രാവകാവസ്ഥ എന്ന് വിളിക്കുന്നു. പിന്നെ അടുത്ത എന്താണ്, ഇപ്പൊ എനിക്ക് ചുറ്റും ഇവിടെ വായു ഉണ്ട്, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? വാതകം എന്ന് വിളിക്കുന്നു. ആ 3 രൂപങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഖരം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഈ സാധനമാണ്. പിന്നെ എന്തുണ്ട്? ദ്രാവകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ്, ഈ തന്മാത്രകൾ അകന്നിരിക്കും, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കാനൊക്കെ നമുക്ക് പറ്റും. വാതകം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വ്യാപിച്ചിങ്ങനെ നിൽക്കും. വാതകം എന്ന് പറയുന്നത് അതിനെ എവിടെയാണോ ഈ വാതകം നിറയ്ക്കുന്നത് ആ പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കുപ്പിക്കകത്തേക്ക് കുറച്ച് വാതകം നിറച്ചു കഴിഞ്ഞാൽ ആ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ കുപ്പിയുടെ വ്യാപ്തമാണ്. അപ്പൊ ഞാൻ എന്താണ്, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വാതകം നിറച്ചാൽ ആ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്ന ഗ്ലാസിന്റെ വ്യാപ്തമാണ്. അതിങ്ങനെ കൃത്യം നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി, ഇപ്പൊ വെള്ളം ഒഴിക്കുന്ന പോലെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദ്രാവകമാണ്, നമുക്ക് പറയാം 1 ഗ്ലാസ് പാലെടുത്തു, 1 ഗ്ലാസ് വെള്ളം എടുത്തു എന്ന് പറയാം. ഇതങ്ങനെയല്ല. വാതകം എന്തിൻ്റെ അകത്ത് അതിങ്ങനെ പടർന്നിരിക്കും. ഏതിൻ്റെ അകത്തോ നിറയ്ക്കുന്നത് അതിന്റെ വ്യാപ്തമാണ് ഈ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാതകവുമായി ബന്ധപ്പെട്ട് 3 പ്രധാന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ നിയമമാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. എന്താണ് ബോയിൽ നിയമം? ബോയിൽ നിയമം എന്ന് പറയുന്നത്, ബോയിൽ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഏത് എഴുതിയിട്ടുണ്ട്? ബോയിൽ എങ്ങനെ? എഴുതണ്ട് കൂടെ തന്നെ എഴുതണ്ടേ? ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ ഞാനത് കൂടെ എഴുതും. ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വാതകം എടുത്തു കഴിഞ്ഞാൽ ആ വാതകത്തിന്റെ മർദ്ദം, അതിന്റെ മുകളിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കില്ലേ, മർദ്ദവും അതിന്റെ വ്യാപ്തവും എന്തായിരിക്കും? വിപരീതാനുപാതത്തിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കുറയും. മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു ചുരുക്കം. അതൊന്ന് എഴുതിയെടുത്താൽ മതി. ഇതിന് മുഴുവൻ നിർവചനമാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അതിൻ്റെ അത് പഠിക്കാവുന്ന മാത്രം എഴുതിയാൽ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം എന്ന് പറയും. ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെടുത്തു കഴിഞ്ഞാലും അതിന്റെ മാസാണ് നമ്മൾ കൂട്ടുക. മാസ് എന്ന് പറഞ്ഞാൽ അത് എത്രയുണ്ട് എന്ന് പറയുന്നതിന് ഫിസിക്സിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായൊരു താപനിലയാണ്, താപനിലയ്ക്ക് മാറ്റമില്ല. അപ്പം 90 ഡിഗ്രിയാണ് 90 ഡിഗ്രി, 100 ഡിഗ്രിയാണ് 100 ഡിഗ്രി. ആ താപനിലയിൽ മാറ്റം ഉണ്ടാവരുത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ ഈ പുള്ളിക്കാര് മുന്നില് വാതകത്തിന്റെ തിരുത്തി എഴുതാം.
പുള്ളിക്കാരി ഫ്രണ്ടിൽ ഇരിക്കുന്ന കാരണം ഞാൻ എന്ത് വിട്ടുപോയാലും പുള്ളിക്കാരി ആദ്യം കാണും. നോക്കണാണോ ഒക്കെ വിട്ടുപോകാൻ സംശയമുണ്ട്. സോ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ താപനില സ്ഥിരമായിരുന്ന ഒരേ താപനിലയാണെങ്കിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ പി, മർദ്ദവും വ്യാപ്തവും വിപരീതാനുപാതത്തിലായിരിക്കും. വിപരീതാനുപാതത്തിൽ ആയിരിക്കും. അപ്പം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഇവിടം വരെ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടം തൊട്ട് പഠിച്ചാൽ മതി. വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും വിപരീതാനുപാതത്തിൽ. വിപരീതാനുപാതം എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ? ഇത് മാത്രം ഞാൻ അടിവരയിട്ട് മാത്രം നോക്കിയാൽ മതി. ആദ്യം മുഴുവൻ നിർവചനം അവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്താണ് ഒരു വാതകം എടുത്താൽ അതിന്റെ മർദ്ദവും വ്യാപ്തവും വിപരീതാനുപാതം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുകയാണെങ്കിൽ വ്യാപ്തം കുറയും. മർദ്ദം കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ്? വ്യാപ്തം കൂടും എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. പി വി സമം കോൺസ്റ്റന്റ് എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. അതൊന്നും വെറുതെ ഒന്ന് എഴുതി വെച്ചാൽ മതി. പ്രഷറും വോളിയവും ഗുണിച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുക, ഒരു സ്ഥിര അംഗമായിരിക്കും അത് കിട്ടുക എന്നുള്ളതാണ്. ഉദാഹരണം ഏറ്റവും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും വായു കുമിളകൾ അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന്, നമ്മുടെ വീട്ടിലെ മീനിനെ വളർത്താനുള്ള അക്വേറിയം ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബോക്സ് പോലെ ആയിട്ട് ഇങ്ങനെ അക്വേറിയം ഉണ്ടാവുമല്ലോ. വീടുകളിലൊക്കെ അല്ലെ കടകളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്നാൽ നമ്മൾ കാണില്ല, പല വീടുകളിൽ ചിലപ്പോൾ കാണും. മത്സ്യത്തെ വളർത്താനുള്ള, മീനിനെ വളർത്താൻ അക്വേറിയം ഉണ്ടാവും. അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബ് കൂടെ എന്ത് ചെയ്യുന്നുള്ളതാണ്? വാതകം ഇങ്ങനെ ഇങ്ങോട്ട് മുകളിലേക്ക് വിടും. അപ്പൊ ഇങ്ങനെ അടിയിൽ നിന്ന് വാതകം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇത് അക്വേറിയം സങ്കല്പിച്ചോളൂ. ഇങ്ങനെ ഒരു എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അക്വേറിയം ഉണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര ചെയ്യുന്നുണ്ട്? ഇത്രത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഇട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ മീനുകൾ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്? ചെറിയ മീനുകളുണ്ട്. ഇങ്ങനെ മീനുകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇതിന്റെ മുകളിൽ കൂടി ഒരു എന്താണ് ചെറിയൊരു ട്യൂബ് താഴെ ഇട്ടിട്ടുണ്ടാവും. ഇതാണ് ചെറിയൊരു ട്യൂബ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഈ ട്യൂബിന്റെ അകത്ത് കൂടെ വായു കുമിളകൾ ഇങ്ങനെ, ഇവിടെ ചെറിയ കുമിളയാവും, കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിപ്പം കൂടും, കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിപ്പം കൂടും. മുകളിലേക്ക് വരുന്നതോളം എന്തുണ്ടാകുന്നതാണ്? വായു കുമിളകളുടെ വലിപ്പം കൂടും. വലിപ്പം കൂടാൻ കാരണം എന്താണ്? താഴെ മർദ്ദം കൂടുതലാണ്. മുകളിൽ ഇങ്ങനെ വെള്ളം നിറച്ചിരിക്കുകയല്ലേ, ഇവിടെ മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുതലാകുമ്പോൾ വ്യാപ്തം കൂടുതലല്ലേ ചെയ്യുന്നത്? വിപരീത അനുപാതമാണ്. മർദ്ദം കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? വ്യാപ്തം കുറയും. അതുകൊണ്ടാണ് ഒരു ചെറിയ കുമിളയായിരിക്കുന്നത്. മുകളിലേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവുന്നു? മുകളിലേക്ക് ഫ്രീ ആയി പോവല്ലേ, വായുവിലേക്ക് പോവല്ലേ എന്ന്. അപ്പൊ മർദ്ദം കുറഞ്ഞു വരും. മർദ്ദം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ളതാണ്? അതിന്റെ വ്യാപ്തം കൂടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒറ്റ അടിക്ക് നമ്മൾ പഠിക്കണം എന്നില്ല. നമ്മളൊന്ന് ഇതൊന്ന് എഴുതിയെടുക്കുക, വീട്ടിൽ ചെന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അക്വേറിയം എവിടെയും കാണുകയാണെങ്കിൽ അക്വേറിയം എന്താണ് ചെയ്യുന്നത്? അക്വേറിയം എവിടെയെങ്കിലും ചെന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു അക്വേറിയം കാണും. അതിന്റെ താഴേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. ആ ട്യൂബ് കൂടെ എന്ത് ചെയ്യും? വായു പോകണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പോകണ്ട. ആ കുമിള വെട്ട് നോക്കിയാൽ കാണാം, അടിയിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞു കുമിളയായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ വലിപ്പം കൂടി എന്ത് ചെയ്യുന്നുള്ളതാണ്? മുകളിലേക്ക് എത്തുമ്പോൾ കുമിളകൾ ഇങ്ങനെ വലുതായിട്ട് വരുന്ന കാണാം. അല്ലെ, കുമിളകൾ വലുതാവുന്നത് വായു കൂടുന്നതുകൊണ്ടല്ല, പിന്നെ എന്ത് ചെയ്യുന്നുള്ളതാണ്? താഴെയുള്ളപ്പോൾ അടുക്കുള്ളപ്പോൾ തന്നെ എന്താണ്? വാതകത്തിന്റെ അളവ് തുല്യമാണ്. പക്ഷെ എന്തെന്നുള്ളതാണ്? അത്
കൂടുതൽ എന്താണ് വ്യാപിച്ചു പോകും. അപ്പം വ്യാപ്തം കൂടുന്നതായിട്ട് കാണാം എന്നുള്ളതാണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ്? അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും വായു കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ വലുപ്പം കൂടുന്നു. കോൺസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള സ്ഥിരാങ്കം. എങ്ങനെ? അത് അങ്ങനെയില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഖ്യ എന്ന് മാത്രമല്ല. എന്താണ് കോൺസ്റ്റന്റ് ആണ്? എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കുടിച്ചാൽ എപ്പോഴും ഒന്ന് തന്നെയാണല്ലോ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നാണല്ലോ, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിപ്പം പ്രഷർ കൂടിയാലും രണ്ടും ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയുമല്ലോ. ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ കിട്ടുന്ന മൂല്യം എന്തായിരിക്കും? എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പുറത്തൊന്ന് കൂടുമ്പോൾ മറ്റൊരിടത്ത് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഗുണിച്ച് കിട്ടുമ്പോൾ മൂല്യം എപ്പോഴും ഒന്നായിരിക്കും. അതുകൊണ്ടാണ് സ്ഥിരമായിരിക്കും എന്ന് പറയുന്നത്. ഇത് എഴുതിയിട്ടുണ്ടോ? എഴുതിയോ? ഇത് നോട്ട് PDF-ന്റെ കൂട്ടത്തിൽ ഇല്ല കേട്ടോ. ഇത് പഠിച്ചു വെക്കണം, ഒരു മാർക്ക് ഉറപ്പാണ്. അപ്പൊ ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത് ചെയ്യുന്നു? ഒരു വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും വിപരീതാനുപാതത്തിൽ, അങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. ഒരു വാതകത്തിന്റെ ഇങ്ങനെ തന്നെയാണ് വരിക. ഒരു സ്ഥിരമായ താപനിലയിൽ നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും വിപരീതാനുപാതത്തിലായിരിക്കും. ഏത് നിയമമാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? ബോയിൽ നിയമമുണ്ട്, ചാൾസ് നിയമമുണ്ട്, അവോഗാഡ്രോ നിയമമുണ്ട്, 3 നിയമമുണ്ട്. അപ്പം ഏതെന്ന് ചോദിച്ചാൽ നമുക്കിത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം മർദ്ദം, വ്യാപ്തം. അതേതാണ്? അതിങ്ങനെ നോട്ടിന് താഴെ എഴുതാം. മർദ്ദം വ്യാപ്തം, ഈ ബന്ധം കാണിക്കുന്നത് ബോയിൽ നിയമമാണ് കേട്ടോ. മർദ്ദവും വ്യാപ്തവും ബോയിൽ നിയമം എന്ന് എഴുതി വെക്കണം. അല്ലെ നമുക്കിത് പരീക്ഷയ്ക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾ ആദ്യം കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. അത് വീട്ടിൽ ചെന്ന് 1-2 തവണയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് എന്താണ് വീണ്ടും ഒന്ന് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഒന്നാമത്തെ വാതക നിയമം എന്താണ്? വാതകങ്ങളെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ നിയമമാണ്. റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അതിന് എന്ത് നിയമം എന്ന് പറയുന്നു? ബോയിൽ നിയമം എന്ന് നമ്മൾ പറയുന്നുള്ളതാണ്. ബോയിൽ നിയമം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മർദ്ദവും വ്യാപ്തവും. ഒരു വാതകം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നിൽക്കുന്നിടത്ത് ചുറ്റും വാതകങ്ങളുണ്ട്. ആ വാതകത്തിന്റെ മർദ്ദം, പ്രഷറും വ്യാപ്തവും തമ്മിലാണ്. വി എന്ന് പറഞ്ഞാൽ വോളിയം, വ്യാപ്തത്തിന്റെ ഇംഗ്ലീഷ് വോളിയം എന്നാണ്. അത് തമ്മില മർദ്ദവ്യാപ്ത ബന്ധങ്ങളാണെന്ന് എവിടെയെങ്കിലും ഇതൊക്കെ പഠിച്ചു വെക്കണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ പഠിക്കുന്നിടത്ത് ചുമരിൽ എഴുതി ഒട്ടിച്ചു വെക്കാം. മർദ്ദം വ്യാപ്ത ബന്ധം ബോയിൽ നിയമം. അപ്പൊ പരീക്ഷയ്ക്ക് പെട്ടെന്ന് എന്നിട്ട് അതിന്റെ ഉദാഹരണം എഴുതാം. മർദ്ദവ്യാപ്ത ബന്ധം ബോയിൽ നിയമം എന്ന് എഴുതിയിട്ട് എന്ത് എഴുതണം? അക്വേറിയത്തിന്റെ താഴേന്ന് വായുകുമിളകള് മുകളിലേക്ക് വരുമ്പോൾ വ്യാപ്തം കൂടുന്നു, വലുതാകുന്നു എന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. ബ്രീഫായിട്ട് എഴുതി വെക്കണം. ഇത്രയും നിയമം ഇതിങ്ങനെ തന്നെ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ചോദിച്ചാൽ ഉത്തരം അറിയാൻ. അപ്പൊ നോക്കാമോ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാതകങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ ആ വാതകത്തെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ നിയമം എന്ന് പറയുന്ന മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം. മർദ്ദം കൂടുകയാണെങ്കിൽ വ്യാപ്തം കുറയും. അപ്പൊ ഞാനിവിടെ എന്ത് വെച്ചിട്ട് സൈക്കിളിലൊക്കെ പമ്പിൽ കാറ്റടിക്കുന്നില്ലേ? അപ്പൊ മുകളിൽ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്? വ്യാപ്തം കുറയും. അതുപോലെ മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? വ്യാപ്തം കൂടും. അതാണ് ഇപ്പൊ കണ്ടതെന്നുള്ള അക്വേറിയത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ വായുകുമിളകളുടെ വലിപ്പം കൂടുന്നത്, വലിപ്പം കൂടിക്കൂടി വരുന്ന മർദ്ദം കുറയുന്നുണ്ടാണ്. താഴെ മർദ്ദം കൂടുതലാണ്, മുകളിലെത്തുമ്പോഴേക്കും മർദ്ദം കുറയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വലിപ്പം കൂടുന്നത്. പരീക്ഷയ്ക്കുള്ള സ്ഥിരം ചോദ്യമാണ് അക്വേറിയത്തിന്റെ ചോദ്യം. അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്നും വായുകുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ വലിപ്പം കൂടുന്നതുമായി ബന്ധപ്പെട്ട നിയമം എന്നാണ് ചോദ്യം ചോദിക്കുക. അപ്പൊ ഓപ്ഷൻ വരും എന്തുണ്ട്? ബോയിൽ നിയമം, അവോഗാഡ്രോ നിയമം, ചാൾസ് നിയമം എന്നൊക്കെ ചോദ്യം വരും. ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ബോയിൽ നിയമമാണെന്ന് അറിയണം. അപ്പൊ പഠിക്കാൻ ഏറ്റവും എളുപ്പം വീട്ടിൽ നിങ്ങൾ ഇന്ന് തന്നെ പോകുമ്പോൾ ഒരു പേപ്പറിൽ, ഒരു ചെറിയ നോട്ട്ബുക്കിന്റെ പേപ്പറിൽ എഴുതിയിട്ട് മർദ്ദം വ്യാപ്തം ബന്ധം ബോയിൽ നിയമം എന്നിട്ട് ഉദാഹരണം എഴുതി വെക്കണം. മർദ്ദം വ്യാപ്തം ബന്ധം ബോയിൽ നിയമം, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മർദ്ദം വ്യാപ്തം ബോയിൽ നിയമം. എന്നിട്ട് ഈ ഉദാഹരണം എഴുതി വെക്കാം. ഇനി രണ്ടാമത്തെ നിയമത്തിലേക്ക് പോവാം. ഇത് വായിച്ചോട്ടെ. അപ്പൊ ഒന്നാമത്തെ നിയമം പഠിച്ചു കേട്ടോ, ഇനി മറക്കരുത്. ഇനി നിങ്ങൾ ലഞ്ച് ടൈമിലോ ഊണ് കഴിക്കുമ്പോ ഒക്കെ ഓർത്ത് നോക്കണം ഏതാണ് നിയമം എന്ന് നോട്ട് എടുത്തൊന്ന് നോക്കണം. ഒന്നാമത്തെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്
ബോയിൽ നിയമം എന്ന് പഠിച്ചു. അടുത്തതാണ് രണ്ടാമത്താണ് ചാൾസ് നിയമം. ചാൾസ് നിയമം. ചാൾസ് നിയമം. ചാൾസ് നിയമം. ചാൾസ് നിയമം ഇതുപോലെ തന്നെയുള്ളതാണ്. ചാൾസ് നിയമത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകും. ഊതി വീർപ്പിച്ച ബലൂൺ എന്ത് ചെയ്യും? വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത് ബലൂണിന്റെ ആ റബ്ബർ ഉരുകി പോകുന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് എന്ത് ചെയ്യുന്നുള്ളതാണ്, അതിന്റെ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുമ്പോൾ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ള പൊട്ടിപ്പോകുന്നുള്ളതാണ്. അപ്പൊ ഈ ചാൾസ് നിയമം ഏത് തമ്മിലുള്ള ബന്ധമാണ്? വ്യാപ്തവും, നേരത്തെ വ്യാപ്തവും മർദ്ദവുമായിരുന്നെങ്കിൽ ഇപ്പൊ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും താപനില അല്ലെ ഊഷ്മാവും തമ്മിലുള്ള ബന്ധമാണെന്നുള്ളതാണ്. ഊഷ്മാവ് കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു ചുരുക്കം, അതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ നിയമം കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് പൂർണ്ണമായ നിർവചനം കേട്ടോ. അതിലേക്കൊന്നും നോക്കണ്ട. പക്ഷെ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നാളെ പരീക്ഷയ്ക്ക് ഇങ്ങനെ മുഴുവൻ തന്നിട്ട് ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ലാതെ വരും. അപ്പൊ മർദ്ദം സ്ഥിരമായിരിക്കും, മർദ്ദത്തിൽ മാറ്റം ഉണ്ടായിരുന്നു, ഒരേ മർദ്ദമായിരിക്കണം എപ്പോഴും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതം, നേരത്തെ കണ്ട വിപരീതമാണ് കേട്ടോ, നേർ അനുപാതത്തിൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും. അതാണ് നേർ അനുപാതം. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും, മറ്റേത് കുറയുമ്പോൾ ഇപ്പുറത്തുള്ളത് എന്ത് ചെയ്യും, കൂടും. അതെന്നുള്ള വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോയിൽ മാത്രമേ വിപരീതമുള്ളൂ, ബാക്കി രണ്ടെണ്ണവും നേർ അനുപാതമാണ്. കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയുന്നുള്ളതാണ്. ഇതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? താപനില കൂടുമ്പോൾ വ്യാപ്തം, മർദ്ദം അതിന്റെ ഒരു ബന്ധുവില്ല, വ്യാപ്തം കൂടും. താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും. വായു ചൂടാവുമ്പോൾ അതിങ്ങനെ വികസിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വ്യാപ്തം കൂടുന്നത്. ഉദാഹരണം, വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നു. വ്യാപ്തം കൂടുന്നതുകൊണ്ടാണ് പൊട്ടുന്നത് കേട്ടോ, വെയിലേറ്റ് ഉരുകി പോകുന്നതല്ല, വ്യാപ്തം കൂടുന്നത് കൊണ്ട്. ഇപ്പൊ ഞാനൊരു ബലൂൺ ഇത്രയും വീർപ്പിച്ചു, അത് വെയിലത്ത് കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചൂടേറ്റിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ബലൂണിന്റെ അകത്തുള്ള വ്യാപ്തം കൂടും, അത് കുറച്ചുകൂടെ വീർക്കും കേട്ടോ. സാരമില്ല, അത് പിന്നെ നോട്ട് നോക്കി എഴുതിക്കോളും. അപ്പൊ രണ്ടാമത്തെ നിയമമാണ് പറഞ്ഞത്, ചാൾസ് നിയമം മറക്കരുത്. ചാൾസ് നിയമം എന്താണ്? താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പൊ ഇവിടെ ഒരു വായു ഉണ്ടെങ്കിൽ അതില് താപനില കൂട്ടുമ്പോൾ, അതായത് ചൂടാകുന്ന സമയത്ത് അതിന്റെ വ്യാപ്തം കൂടി അത് എന്ത് ചെയ്യുന്നുള്ളതാണ്, കുറച്ചുകൂടെ വലുതാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുപ്പത്തുള്ള ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവച്ചാൽ ആ താപം വന്നിട്ട് എന്ത് ചെയ്യുന്നുള്ളതാണ്, ചൂടേൽക്കുമ്പോൾ അത് കുറച്ചുകൂടെ വികസിക്കുമ്പോൾ എന്ത് ചെയ്യും, പൊട്ടിപ്പോകുന്നുള്ളതാണ്. അപ്പൊ അത് പ്രത്യേകിച്ചും എന്താണ്, ഇതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത്. വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു എന്നുള്ളത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദ്യം ചോദിക്കും. ഉത്തരം ഏതാണ് പറയേണ്ടത്? അത് സംവഹനമാണ് പറയുന്നത്, അത് സംവഹനാണ്. ഇതുമായി
വായു വികസിക്കും. വായു വികസിക്കുന്നതുകൊണ്ടാണ് സംവഹനത്തിലൂടെ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. അത് ചാലനം, സംവഹനം, വീരണം എന്ന് മൂന്ന് താപപ്രേഷണ രീതികളുണ്ട്. അത് ആ ചൂടാകുന്ന സമയത്ത് വായു വികസിക്കും. ആ വായു കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് ഒക്കെ തന്നെ വായു ചൂടാവുന്നതുകൊണ്ട്, വായു ചൂടാവുന്ന മാത്രമല്ല, വായു ചൂടാകുമ്പോൾ മുകളിലേക്ക് പൊങ്ങിപ്പോവും. അതാണ് വായു ചൂടാവുന്ന മാത്രം കൊണ്ടല്ല, ഇത് മാത്രമല്ല, വായു ചൂടാകുമ്പോൾ മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നതാണ് സംവഹനം എന്ന് പറയാം. മുകളിലേക്കേ പൊങ്ങുള്ളൂ, അടുത്തേക്ക് പൊങ്ങില്ല. ഇപ്പൊ ഞാനൊരു അടുപ്പത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു എന്ന് വെച്ചോളൂ, അത് ചൂടാവുന്നു. ആ ചൂടാവുമ്പം ഞാൻ മുകളിൽ കൈവച്ചാലും മാത്രമേ സംവഹനത്തിന്റെ അനുഭവപ്പെടുള്ളൂ. സൈഡിൽ നിൽക്കുമ്പോൾ എന്തുണ്ടാവില്ല, സംവഹനം അല്ല അനുഭവപ്പെടുന്നത്, എപ്പോഴും മുകളിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അതിപ്പോ അടുത്തത് കാറ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടെ പഠിക്കും. അപ്പൊ മാറിപ്പോരുത്. ചാൾസ് നിയമം എന്ന് പറയുന്നത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ താപനിലയും വ്യാപ്തവും നേർ അനുപാതത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ താപനില കൂട്ടിയാൽ വ്യാപ്തം കൂടും, താപനില കുറച്ചാൽ വ്യാപ്തം കുറയും. അതാണ് നേർ അനുപാതം എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് സ്ഥിരം ചോദ്യം ചോദിക്കും, ഇങ്ങനെ ചോദ്യം ചോദിക്കുള്ളൂ. ആ ചോദ്യം ഒന്ന് പഠിച്ചു, ഒന്നുകിൽ ഇത് അതേപടി തരും, എന്നിട്ട് ഏത് നിയമാന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്ത് പറയും, വീർപ്പിച്ച് ബലൂൺ വെയിലത്ത് വെച്ച് പൊട്ടുന്നത് ഏത് നിയമാന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചാൾസ് നിയമം എന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള. ഇനി മൂന്നാമത്തെ നിയമം. അപ്പൊ ആദ്യത്തെ നിയമം എന്തായിരുന്നു എന്ന് പറയാമോ? ആരെങ്കിലും പറയാൻ പറ്റുന്നവർ പറയാമോ? ബോയിൽ നിയമമാണ് ആദ്യത്തെ നിയമം. ബോയിൽ നിയമം എന്താണ്? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. അത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, വ്യാപ്തം കൂടുകയല്ല, വിപരീത അനുപാതമാണ്, വ്യാപ്തം കുറയും. അതുപോലെ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും എന്ന് പറയുന്നതിനാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഉദാഹരണം എന്താണ്? ഏതാ ഉദാഹരണം പറഞ്ഞത്? അക്വേറിയത്തിന്റെ അടിയിൽ നിന്നും കുമിളകളിൽ മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നതോറും വലിപ്പം കൂടുന്നതായി കാണാം. എന്താണ്? താഴെ മർദ്ദം കൂടുതലായതുകൊണ്ട് വ്യാപ്തം കുറവാണ്. അതുകൊണ്ട് ചെറിയ കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ മർദ്ദം കുറഞ്ഞു വരുന്നതുകൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ എന്താണ്? വലിപ്പം കൂടുന്നു. ചാൾസ് നിയമം താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടും, താപനിലയും വ്യാപ്തവും നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ്. അടുത്തതാണ് അവോഗാഡ്രോ നിയമം. അവോഗാഡ്രോ നിയമം ഇത് അടുത്ത പരീക്ഷയ്ക്ക്, ഇനി അടുത്ത ശനിയാഴ്ചക്ക് പരീക്ഷയുള്ളവരില്ലേ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടൊരു ചോദ്യം വരും കേട്ടോ, പഠിച്ചു വെക്കണം. അവോഗാഡ്രോ നിയമം. അവോഗാഡ്രോ നിയമം എന്ന് പറയുന്നത് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും കേട്ടോ. അവോഗാഡ്രോ നിയമം പറയുന്നത് ഇതാണ്: സ്ഥിരമായ താപനിലയിലും താപനില സ്ഥിരമായിരിക്കണം, മർദ്ദത്തിലും മർദ്ദവും സ്ഥിരമായിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു വാതകം എടുത്താൽ അതിന്റെ താപനിലയും അതിന്റെ ചൂടും ഊഷ്മാവും മർദ്ദവും ഒരേപോലെ ആയിരിക്കണം, സ്ഥിരമായിരിക്കണം, അത് മാറ്റം ഉണ്ടാവരുത്. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുന്ന അവസ്ഥയിൽ, അതൊന്നും മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറും കേട്ടോ. സ്ഥിരമായ താപനിലയിലും മർദ്ദത്തിലും ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിൽ ആയിരിക്കും. എങ്ങനെ? PDF ആയിട്ട് അയച്ചു തരും. PDF ഇന്ന് പ്രിന്റ് ഔട്ട് എടുത്തില്ല, പെട്ടെന്ന് ഈ അടുത്ത ദിവസം പരീക്ഷയില്ലേ, അപ്പൊ ചിലപ്പം സ്ഥിരമായ താപനിലയായിരിക്കണം, ചൂട് കൂടുകയോ കുറയുകയോ ചെയ്യരുത്, മർദ്ദം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്, രണ്ടും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഉള്ളടങ്ങിയിരിക്കുന്ന എത്രയാണോ അതിന്റെ ഉള്ളടക്കം, ഇത്ര ലിറ്റർ ആണ് ഇത്ര ലിറ്റർ എന്ന് പറയുന്ന, അല്ലെ വ്യാപ്തം ലിറ്ററിലല്ലേ നമ്മൾ പറയാ. ഒരു കുപ്പിക്കകത്ത് വായു എടുത്താൽ ഇത്ര ലിറ്റർ വ്യാപ്തം എന്നാണ്. ആ വ്യാപ്തവും അതിൻ്റെ അകത്തുള്ള തന്മാത്രകളുടെ എണ്ണം,
നമുക്കറിയാം സാധനങ്ങളൊക്കെ ഇപ്പൊ ജലമാണെങ്കിൽ H2O എന്ന് പറയുന്ന ജല തന്മാത്ര കൊണ്ടാണ് കൂടുമ്പോഴാണ് ഈ ജലം എന്ന് നമ്മൾ മുന്നിൽ കാണുന്ന സാധനം ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നു CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകൾ ഒരുമിച്ച് നിന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും നേരനുപാതത്തിലായിരിക്കും. ഇതിന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം ചോദിക്കുന്നത് ബലൂൺ ഊതുമ്പോൾ വീർക്കുന്നു. ബലൂൺ ഊതുമ്പോൾ എന്ത് ചെയ്യുന്നു? വീർക്കുന്നു. അത് കാരണം എന്താണ്? ഊതുംതോറും നമ്മളെ വായുന്ന കൂടുതൽ കൂടുതൽ തന്മാത്രകൾ അതിന് ബലൂണിന്റെ അകത്തേക്ക് കയറും. അപ്പൊ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ളതാണ്. അപ്പം ഇനി താഴെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി, തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. ഉദാഹരണം, ബലൂൺ ഊതുമ്പോൾ വീർക്കുന്നു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തന്മാത്രകൾ ഊതുമ്പോൾ കൂടുതൽ തന്മാത്രകൾ വായു തന്മാത്രകൾ അകത്തേക്ക് എടുക്കുമല്ലോ. കൂടുതൽ തന്മാത്രകൾ ബലൂണിൽ എത്തുമ്പോൾ വ്യാപ്തം കൂടുന്നു. എഴുതിക്കോ, സമയമെടുത്ത് എഴുതിക്കോ. ബലൂൺ ഊതുമ്പോൾ വീർക്കുന്നു എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ബലൂൺ ഊതുമ്പോൾ വീർക്കുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ചോദ്യം വരിക. അപ്പൊ ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ്? അവോഗാഡ്രോ നിയമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തവും കൂടും. കൂടുതൽ തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വ്യാപ്തവും കൂടുന്നു എന്നുള്ളതാണ്. അതേ പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന ഈ ക്ലാസ് റൂമിന്റെ അകത്തേക്ക് നിങ്ങൾ 30 പേരുണ്ട്. അതിന് ഒരു 1000 പേര് ഇവിടെ ഇരുന്ന മുറിയുടെ വലിപ്പം കൂടുവോ? ഇടോ, അങ്ങനെ വരില്ല. പക്ഷെ വാതകത്തിന്റെ കേസ് അങ്ങനെയല്ല. വാതകം എന്ത് ചെയ്യുന്നില്ലാണ്? തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ വ്യാപ്തം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവോഗാഡ്രോ നിയമം. അപ്പൊ ഈ 3 നിയമവും പഠിച്ചു വെക്കണം നന്നായിട്ട്. കാരണം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അത് സിമ്പിളാണ്, ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, അവോഗാഡ്രോ എന്തൊരുത്തനാ ദൈവം, ഇവനൊക്കെ എവിടെ നിന്ന് ജന്മം എടുത്തത് ഇവനൊക്കെ നമ്മൾ ധരിക്കും. ചാൾസ് നിയമം, ബോയിൽ നിയമം ഒക്കെ അത്രയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ ഞാൻ ബ്രീഫായിട്ട് ചെറിയ രൂപത്തിൽ അതിനെ മാറ്റി എഴുതാം. എഴുതിയത് കഴിഞ്ഞോ? ഫിനിഷ് ചെയ്ത് എഴുതിയോ? ഞാൻ മുകളിലത്തെ വായിക്കണല്ലോ. ഇവിടം വരെ വായിച്ചിട്ടുള്ളൂ. വാതക നിയമങ്ങൾ ചുരുക്കത്തിൽ ചുരുക്കി പറയാണ്. ഇത് പറഞ്ഞ വിശാലമായിട്ട് സ്ഥിരമായ മർദ്ദത്തിലും താപനിലയിലും നിശ്ചിത മാസിന്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വഴിഞ്ഞൊന്നും പോകുന്നില്ല. ചുരുക്കി കാര്യം എന്താണെന്ന് പറയാം. അത് ഒന്ന് ബോയിൽ നിയമം, വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിൽ. പിന്നെ 2 ചാൾസ് നിയമം വ്യാപ്തവും
വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിൽ എന്ന് പറഞ്ഞാൽ തുല്യമാണെന്ന്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഞാനൊക്കെ സ്കൂൾ ക്ലാസ് പഠിക്കുമ്പോൾ ഫിസിക്സിന്റെ മാഷ് പഠിപ്പിക്കുക നേർ അനുപാതത്തിൽ വിപരീത അനുപാതത്തിൽ. ഇത് എന്താ ചെയ്യുന്നത്? ഈ വിപരീത അനുപാതം എന്നൊക്കെ ഉണ്ടെന്ന്. ആ സിമ്പിളായുള്ള വിപരീത അനുപാതം എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും എന്നുള്ളതാണ് പറയുന്നത്. നേർ അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തത് അവോഗാഡ്രോ നിയമം. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിൽ. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതം. ഇതൊന്നും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന് എഴുതി നിങ്ങളെ മുറിക്കാത്ത എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴെന്ത് ചെയ്യും? കാണും ഇതാണ് എന്ന് പറഞ്ഞിട്ട്. ബോയിൽ നിയമം ഇന്നതാണ്. ഇതെപ്പോഴും കെമിസ്ട്രിക്കകത്ത് ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ എല്ലാം ചോദിക്കണം. LDCക്ക് 3 മാർക്കിന്റെ കെമിസ്ട്രി ചോദിക്കുള്ളൂ. പക്ഷെ നമ്മൾ മുഴുവൻ പഠിച്ചിട്ട് പോയാലേ നമ്മൾ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ആറ്റത്തിന്റെ ഘടനയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ഐസോട്ടോണുകളും ഐസോബാറുകളും ഐസോടോപ്പുകളായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലോഹ നിർമ്മാണമായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ചിലപ്പോൾ എന്തുണ്ടായിരിക്കും ലീച്ചിങ് ആയിരിക്കും ചോദിക്കുക, ചിലപ്പം പ്ലവന പ്രക്രിയ ആയിരിക്കും ചോദിക്കുക. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ മുഴുവൻ പഠിച്ചിട്ട് പോവുക. പക്ഷെ വരുന്നത് പഠിച്ചിട്ട് വേണം. ഒരിക്കലും വരാത്ത കുറെ കാര്യങ്ങളെ ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് കുറെ 10ാം ക്ലാസ്സിൽ. അതൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കാറേയില്ല. അതൊന്നും മുഴുവൻ നമ്മൾ നോക്കിയിട്ട് പോയില്ല. സ്ഥിരം ചോദ്യം വരുന്ന മേഖലകൾ നമ്മൾ നോക്കി പോകണം കേട്ടോ.